Hi guys, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ലെറ്റ് P be the set of 7 digit numbers with sum of their digits is equal to 11. Yes. ഈ 7 ഡിജിറ്റ്സുകൾ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം. If the numbers in P എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് 7 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ആ സെറ്റ് ഓഫ് 7 ഡിജിറ്റ് നമ്പേഴ്സിലെ numbers formed by using the digits 1, 2 and 3 only. You can use 1, 2 and 3. Then you have to form a 7 digit number such that the sum of every digit should be equal to 11. Okay, that's the question. Then the number of elements in the set P is. So number of elements in the set P is എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എത്ര 7 digit numbers നിങ്ങൾക്ക് ഫോം ചെയ്യാൻ കഴിയും using the digits 1, 2 and 3 only. നിങ്ങൾക്ക് 1, 2, 3 യൂസ് ചെയ്യാൻ പാടില്ല, വേറെ ഡിജിറ്റുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് യു ഷുഡ് ഗെറ്റ് ദി സം ഓഫ് 7 ഡിജിറ്റ് നമ്പർ ആസ് 11. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ആർ പോസിബിൾ? അതാണ് ക്വസ്റ്റ്യൻ. അതാണ് സെറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സുകൾ ഒന്ന് 1, ഒന്ന് 2, ഒന്ന് 3 ആണ്. നമുക്ക് ഫോം ചെയ്യേണ്ടത് 7 ഡിജിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7 ഡിജിറ്റ് നമ്പേഴ്സ്. ഇതിൽ നമുക്ക് എന്തൊക്കെ സം 11 കിട്ടണം. സം ഷുഡ് ബി 11. സം എന്തായിരിക്കണം? സം 11 ആയിരിക്കണം. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. സം 11 ആയിരിക്കണം. അപ്പോൾ സം 11ഉം അതുപോലെ 7 ഡിജിറ്റ് എത്ര 7 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഏതൊക്കെ ഡിജിറ്റുകൾ 1, 2, 3 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സം 11 കിട്ടുന്ന രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ ആലോചിക്കുക. ഫസ്റ്റ് നിങ്ങളിവിടെ 3 ഇടുക, ഇവിടെ 3 ഇടുക, പിന്നെ എല്ലാ സ്ഥലത്തും 1 ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ നമുക്ക് 5 1 ഉണ്ട്. 5ഉം 3ഉം 8ഉം 3ഉം 11 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കണം 3 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ 2 ഫാക്ടോറിയൽ. 1 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ 5 ഫാക്ടോറിയൽ. ഓക്കെ, ആൻഡ് ഇഫ് യു സോൾവ് ഇറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 21. ഇത് സോൾവ് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. 7 × 6 × 5 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ 5 ക്യാൻസൽ ചെയ്യാം. 7 × 6 42, 42/2 എത്രയാണ്? 21 ആണ്. ഓക്കെ, ഇനി നമുക്ക് 1 2 3 4 5 6 7, വീണ്ടും ഞാൻ 7 സ്ലോട്ടുകൾ ഇട്ടു. ഈ പരമാവധി പോസിബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത്, ഇവിടെ ഒരു 3 ഇട്ടു, ഇവിടെ ഒരു 2 ഇട്ടു. 3 + 2 5 ആണ്. ഇനി 3 വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ 3 ഇവിടെയും കൂടെ 3 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം 1 ആയിരിക്കുമല്ലോ. 2 ഇട്ടിട്ട് കാര്യമില്ല, കാരണം നമ്പർ കൂടുകയാണ്. കാരണം ഇവിടെ തന്നെ 9 ആയി. 9 + 1 10 + 1 11 ആയി. പിന്നെ ഇത് എത്ര കിട്ടും? എക്സ്ട്രാ 2 വരുന്നുണ്ട്. അങ്ങനെ പാടില്ല, കറക്റ്റ് 11 കിട്ടണം. അപ്പോൾ ഇനിയൊരു 3 എവിടെയും പോസിബിൾ അല്ല. ഇനി ഇവിടെ ഒരു 2 ഇട്ടെന്ന് വിചാരിക്കുക. ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ 3 + 3 6, 6 + 2 8, 9 10 11 12 ആയി. അപ്പോൾ ഇവിടെ 2 പോസിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അങ്ങോട്ടൊന്നും 2 ഇടുന്ന കാര്യമില്ലല്ലോ, കാരണം നമ്പർ കൂടുകയാണ് ചെയ്യുക. ഇനി ഞാനിവിടെ 3നെ മാറ്റിയിട്ട് 2 ഇട്ടു. 3നെ മാറ്റി 2 ഇട്ടു, പിന്നെ ബാക്കിയെല്ലാം 1 ഇട്ടു. 3 + 2 5 ആയി. ഇപ്പോൾ 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി. ഓക്കെ, 5 6 7 8 9 10 വരുള്ളൂ അല്ലേ? അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഇവിടെയും 2 ഇടാം. ഓക്കെ, ഇവിടെയും 2 ഇടാം. അപ്പോൾ 3 + 2 5, 5 + 2 എത്ര കിട്ടി? 7 കിട്ടി. 7 8 9 10 11 കിട്ടി. ഓക്കെ, ഇവിടെ സം 11 കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ അറേഞ്ച് ഇറ്റ് ആസ് 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 is not repeating, 2 is repeating twice, so 2 factorial, 1 is repeating 4 times, so 4 factorial. And you try to solve it, you will get the answer as 105. Okay, you will get the answer as 105. Clear ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് 2 വെച്ചിട്ട് 2 3 4 5 6 7, ഇവിടെ 2 ഇടുക, ഇവിടെ 2 ഇടുക. 4 ആയി, 6 ആയി. 6ഉം 4ഉം 10 ആവും അല്ലേ? അപ്പോൾ ഇവിടെയും 2 ഇടുക. അപ്പോൾ 2 4 6 8 ആയി. 9 10 11 ആയി. ഓക്കെ, ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? So 7 factorial divided by 2 is repeating 4 times, so 4 factorial. 1 is repeating 3 times, so 3 factorial. So 7 factorial by 4 factorial 3 factorial ആൻസർ എത്രയാണ് വരിക? ആൻസർ വരും മക്കളെ. എന്താണ് 7 factorial by 4 factorial 3 factorial എന്ന് പറയുമ്പോൾ 7 factorial 7 × 6 × 5 × 4 factorial എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 7 × 5 35 ആയിരിക്കും ഇതിന് ആൻസർ വരിക. ഓക്കെ, 35 ആണ്. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ആൻസർ? ദി ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, യു ക്യാൻ ആഡ് ദീസ് നമ്പേഴ്സ് 21 105 പ്ലസ് വാട്ട് യു ഹാവ് ഫൈനലി പ്ലസ് 35 അല്ലേ? ആൻഡ് വാട്ട് യു ഗെറ്റ് 160
161. Yes, 161 is the final answer. So option 4 is correct. അപ്പോൾ മക്കൾ ഈ 3 വേസുകൾ ഇനി വേറൊരു വേയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 7 ഡിജിറ്റ് ഫോം ചെയ്യാൻ കഴിയില്ല. സച്ച് ദാറ്റ് ദെയർ സം ഷുഡ് ബി 11. ആ 11 കിട്ടുന്ന രീതിയിൽ വേറെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. സോ ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റൻ ആണ്. നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ടി വൺ, ആവറേജ് ലെവലാണ്. ബട്ട് യു ഷുഡ് നോ സർട്ടൻ ഐഡിയാസ് അബൌട്ട് അറേഞ്ചിങ് നമ്പേഴ്സ് സച്ച് ദാറ്റ് ബൈ ടേക്കിംഗ് ദർ സം ആസ് 11. അപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മളത് ആ ഒരു ലോജിക്ക് നമുക്കുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ വൺ ഓഫ് ദ ഈസി ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടാണ് നമുക്കിതിനെ പറയാൻ പറ്റുക. ഓക്കെ.